നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നതിൽ അവർക്ക് കുറ്റബോധമുണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഇതെനിക്കൊരു പേഴ്സണൽ റീഡിംഗ് ആയിട്ട് വന്നതാണ്. പക്ഷെ അവർ ജനറൽ റീഡിംഗ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓക്കെ, ഇവിടെ കുറച്ച് കാർഡുകൾ തിരിഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. 2 കാർഡുകളാണ് ഇവിടെ മറിഞ്ഞത്. ഇത്രയും കാർഡ്സേ ഉള്ളൂ, 2 എണ്ണമാണ് വീണത്. ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ ടോക്സിക് ആണെന്നാണ് പറയുന്നത്. വളരെയധികം ടോക്സിക് ആണ്, ക്ലെൻസ് ചെയ്യണം. അപ്പോ ടോക്സിസിറ്റി എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് റീഡിംഗ് ചിലപ്പോൾ പറഞ്ഞു തരും. അതല്ലെങ്കിൽ ഇവിടെ ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്, ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ പറയുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ സോൾമേറ്റ് കണക്ഷൻ എപ്പോഴും ഈസി ആവണം എന്നല്ല. നമ്മൾ വിചാരിക്കും സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫെയറി ടെയിൽസ് പോലെയാണ്, ഹാപ്പിലി എവർ ആഫ്റ്റർ, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് നമുക്കുള്ളത്. പക്ഷെ അതുപോലെ അല്ല കേട്ടോ. പ്രത്യേകിച്ച് സോൾമേറ്റ് കണക്ഷൻ, അവിടെ എന്ത് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നമ്മൾ അല്ലെങ്കിൽ ഫേറ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി, നമ്മുടെ വിധി എന്തുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് സോൾമേറ്റ് കണക്ഷൻസ് വരാറ്. അപ്പൊ എന്തോ ഒരു കടമാണ് നിങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള കടമാണ് നിങ്ങളുടെ വ്യക്തി വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സോൾമേറ്റ് കണക്ഷൻ. പക്ഷെ അതുകൊണ്ടാണ് ടോക്സിക് ആണെന്ന് പറഞ്ഞത്. പക്ഷെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഹെൽപ്പ് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ചില സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചിലപ്പോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കാം എന്ന ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. നല്ല പോസിബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ കൂടെയുള്ള ആളുമായിട്ടുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ടോക്സിസിറ്റി ഉണ്ടെങ്കിലും അത് മാറ്റാനുള്ള കാര്യം നിങ്ങൾ നോക്കണം, അല്ലാതെ ഈ വ്യക്തിയെ ഉപേക്ഷിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഈ വ്യക്തി നിങ്ങളുടെ പുറകെ വരും. ഇനി വേറൊരു ജന്മത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ കടങ്ങൾ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കടം അങ്ങോട്ട് മാറി പിന്നെ നമുക്ക് ശ്വാസം നേരെ എടുക്കാം. മനസ്സിലാവുണ്ടോ? പിന്നെ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വ്യക്തിയുടെ ഓവറോൾ എനർജി, നിങ്ങളോട് തെറ്റ് ചെയ്യുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് തെറ്റ് ചെയ്യുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, രണ്ടാണോ മൂന്നാണോ എന്നറിയില്ല, നോക്കട്ടെ. കാർഡുകളാണ് ഇവിടെ വന്നത്. 4 കാർഡ് വന്നിട്ടുണ്ട്. ഇവരുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഹാപ്പി ആണ് കേട്ടോ. ഇവര് നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള എനർജിയാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങൾ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കാം, കുറച്ച് ദേഷ്യമുള്ള മുൻകോപമുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെ ഉള്ളത്. പക്ഷെ ഇതില് വ്യക്തി ഹാപ്പി അല്ല. ഈ വ്യക്തി ഇങ്ങനെ എന്താ പറയാ, ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഈ വ്യക്തി അത്ര ഹാപ്പി അല്ല. കുറെ കാര്യങ്ങൾ പ്രശ്നമുണ്ടെന്ന് ഈ വ്യക്തി സമ്മതിക്കുന്നുണ്ട്. ഇവിടെ 9 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഹാപ്പി അല്ലെന്നുണ്ട്. രണ്ടാമത്, ഈ വ്യക്തി ശാഠ്യം ഉപേക്ഷിച്ച് നിങ്ങളുമായിട്ട് സ്വരുമയായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കും. കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണ്, നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ഈ വ്യക്തിക്ക്. അതുപോലെ നിങ്ങളുടെ കൂടെ ഹാപ്പി ആണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഹാപ്പി അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി പറയുന്നത്, ഞാൻ എൻ്റെ ശാഠ്യം ഉപേക്ഷിക്കാം, മുൻകോപം എല്ലാം ഉപേക്ഷിക്കാം,
ഒന്നും കൂടെ എന്റെ സ്വഭാവത്തിൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി വരാനുണ്ട്, ഞാൻ അതിന് പരിശ്രമിക്കുകയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ലിയോ സോഡിയാക് സൈൻ ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ വ്യക്തിയുടെ ശാഠ്യവും വൈരാഗ്യവും മീൻസ് മുൻകോപം എല്ലാം ഈ വ്യക്തി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത്. ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് ഭഗവാനെ? ഈ വ്യക്തിയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ നമുക്ക് 3 കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി എന്താ പറയാ, ശാഠ്യമുള്ള മുൻകോപമുള്ള ആളാണ്. പക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ലോങ് ടേം പ്ലാൻ ഉള്ള ഒരാളാണ്. എന്ത് കാര്യം കുറച്ച് ക്ഷമയില്ലായ്മയുണ്ട്. എല്ലാത്തിലും അവസാനം വരെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇട്ടിട്ട് പോകുന്ന ടൈപ്പ് ആളല്ല കേട്ടോ. പക്ഷേ ക്ഷമയില്ലായ്മയുണ്ട് ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ. പെട്ടെന്ന് കയറി ദേഷ്യപ്പെടും. ആരാണ് മുമ്പിൽ നിൽക്കുന്നതെന്നൊന്നും നോക്കില്ല, എല്ലാവരോടും ഭയങ്കര ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. വഴക്ക് പറയുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ അതുപോലെ തന്നെ എല്ലാവരെയും എന്താ പറയാ, ദൈവഭയമുള്ള ആളാണിത്. അതുപോലെ തന്നെ എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ വരുമല്ലോ, അപ്പോ മുൻവിധിയോടെ പെരുമാറുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. പക്ഷെ ശുദ്ധഗതിയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണിത്. ശുദ്ധഗതിയുണ്ട്, പക്ഷെ ക്ഷമയില്ലായ്മയുണ്ട്. അതുപോലെ തന്നെ ആരോട് വേണമെങ്കിലും ഇടിയുണ്ടാക്കും. അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, ഞാൻ എല്ലാത്തിലും മുമ്പിൽ നിൽക്കണം. അപ്പൊ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരെ നിങ്ങൾ പൊക്കി പറയാനൊന്നും നിൽക്കരുത്. അവർക്കത് പിടിക്കില്ല, അവർക്ക് ദേഷ്യം വരും. അപ്പൊ ആ ഒരു കാര്യം മതി. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ മെക്കിട്ട് കയറാനും നിങ്ങളെ വഴക്ക് പറയാനും ആവശ്യമില്ലാതെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബഹളം ഉണ്ടാക്കാനും അത്രയും കാര്യം മതി ഈ വ്യക്തിക്ക്. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. അപ്പോ എന്താ പറയാ, സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ്. വാക്കുകളിലൂടെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ. അപ്പോ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ എനർജി എന്ന് പറഞ്ഞത്. ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഭയങ്കര പൊസസീവ് ആണ്. പെട്ടെന്ന് അസൂയ വരുന്ന ഒരു സ്വഭാവമാണ് വ്യക്തിയുടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഈ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഈ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങളോട് വാശി കാണിക്കുക, ചിലപ്പോ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് എറിയും, അങ്ങനത്തെയൊക്കെ ഭയങ്കരമായ ഹിസ്റ്റീരിയയിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായി. അതുപോലെ തന്നെ ഈ വ്യക്തി പറയുന്നത് നമ്മൾ മതി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പറയുന്നത് മുഴുവൻ ആക്കുന്നത് വരെ ഈ വ്യക്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും, മനസ്സിലായോ. അങ്ങനത്തെയൊക്കെ സ്വഭാവം. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്സ് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയും കൂടിയാണിത്. ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് നമ്മൾ പറയുന്നത് എന്താണെന്ന് അവര് വാ തുറന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞു തുടങ്ങും. നമ്മൾ ഇടയ്ക്ക് വെച്ച് പറയുന്നത് കേൾക്കുന്നുമില്ല, അവര് മൈൻഡ് ചെയ്യില്ല. അവര് പറയുന്ന കാര്യം പറഞ്ഞു തീർക്കണം, അതുവരെ അവര് സംസാരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ കറണ്ട് അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ലവേഴ്സിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് മനസ്സില് ഇഷ്ടം, ഭയങ്കര സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ കഴിവില്ലാത്ത ഒരാളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഇപ്പോ ഈ വ്യക്തി ഒരു ചെറുതായിട്ട് ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ പെട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടി കണക്ഷനിൽ പെട്ടിട്ട് ഇവര് നിങ്ങളെ അറിഞ്ഞില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അവര് തന്നെ മനസ്സിൽ ഇതിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇതിന്റെ ടെൻഷനും സന്തോഷവും എല്ലാം അനുഭവിച്ചിട്ട് അവർ അതിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കാണ് ഇപ്പോ. അപ്പൊ ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് വൈരാഗ്യം കാണിച്ചത്, മനസ്സിലായോ. ചിലപ്പോ ഈ റിലേഷൻഷിപ്പില് ഒരു നിമിഷത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ദൗർബല്യത്തിലായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്. അത് അവര് രണ്ടുപേരും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിലേക്ക് വന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തി ആ സമയത്ത് കുറച്ച് ഉഴപ്പായിരുന്നു. നിങ്ങളുടെ വ്യക്തി ശരിക്കും ആ ഒരു നിങ്ങളോടുള്ള വൈരാഗ്യത്തിലാണ് ഇതിനകത്തേക്ക് കയറിയത്. അത് ശരിക്കും ഈ വ്യക്തി എൻജോയ് ചെയ്തു ആ തേർഡ് പാർട്ടി കണക്ഷൻ, മനസ്സിലായി. കുറച്ച് നാള് ഭയങ്കര ഉഴപ്പായിരുന്നു. പക്ഷെ പിന്നീട് ഈ വ്യക്തി അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നൊരു കുറ്റബോധം കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്.
ഇപ്പൊ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആണ് വ്യക്തി. അപ്പൊ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അറിയില്ലാതെ ഈ വ്യക്തി തന്നെ അതിൽ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ച് തെറ്റുകളെല്ലാം മനസ്സിലാക്കി കുറ്റബോധം എല്ലാം ഉണ്ടായി. അപ്പോ ചിലരൊരു ബ്രേക്ക് എടുക്കുന്നതാണ്, ചിലരുടെ സ്വഭാവത്തിൽ അതുണ്ട്. മനസ്സിലായി? കൂടുതല് എന്താ പറയാ, പ്രശ്നം വരുമ്പോ അവരൊരു ബ്രേക്ക് എടുക്കും. അപ്പൊ ഇവരുടെ മനസ്സിലുള്ളതാണ് ഈ കാര്യങ്ങൾ, നിങ്ങളായിട്ട് ചിലപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഈ വ്യക്തിക്ക് എന്തോ ഒരു, ചിലപ്പോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലായ്മയുണ്ട്, പക്ഷെ നിങ്ങളോട് തുറന്ന് പറയാനും സമാധാനത്തോടെ സംസാരിച്ച് സോൾവ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ്, ഭയങ്കര ദേഷ്യമുള്ള ഒരു എനർജിയാണ്. ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ വന്നിട്ട് അതിൽ നിന്ന് പോകുന്നു, റെസ്പോൺസിബിലിറ്റിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. നിങ്ങളുമായിട്ടുള്ള ഉത്തരവാദിത്വം അതിലേക്ക് ഈ വ്യക്തി തിരിച്ചു വന്നു. ഇപ്പൊ ഒരു തിരിച്ചറിവായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നതിൽ കുറ്റബോധമുണ്ടോ? ആ കാർഡ് വന്നിട്ട് ചാടിപ്പിട്ടോ. കുറ്റബോധമുണ്ട് എന്നാണ് പറയുന്നത്. യെസ്. പക്ഷെ ഇത് ഏറ്റു പറയാൻ ഈ വ്യക്തി റെഡിയല്ല. ഞാൻ തെറ്റ് ചെയ്തു, ശരിയാണ്, അപ്പോ ഇനിയും തെറ്റ് ചെയ്യാം, മനസ്സിലായോ? പക്ഷെ കുറ്റബോധമുണ്ട് ഈ വ്യക്തിക്ക്. അപ്പൊ ഈ വ്യക്തിക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ വ്യക്തി ചെയ്യുന്നതെന്നാണ്. കാരണം ഈ വ്യക്തി ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോ ഇനി ഞാൻ അത് നോക്കാതിരിക്കാം. ഇത് ചിന്തകളാണ്, വാളുകളാണ്, സ്വേർഡ്സ്. ഇതിലേക്ക് നോക്കാതെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അപ്പൊ ഈ വ്യക്തി പറയുന്നത്, എനിക്ക് നിങ്ങളോട് തെറ്റ് ചെയ്തതിൽ കുറ്റബോധമുണ്ട്, ഓക്കെ, ഇനി ഞാൻ അത് ചെയ്യാതെ നോക്കാമെന്നാണ് പറയുന്നത്. തീർച്ചയില്ല ഈ വ്യക്തിക്ക്. കാരണം എന്ന് വെച്ചാൽ ഇത് പേജ് ആണ്. പേജ് എന്ന് പറഞ്ഞാൽ വളരെ യങ് എനർജിയാണ്, ചെറിയ പ്രായത്തിലുള്ള ആൾ, വളരെ ഇമ്മച്യൂർഡ് ആയ എനർജിയാണ്. അപ്പൊ വ്യക്തി പറയുന്നത്, എനിക്ക് കുറ്റബോധമുണ്ട് നിന്നോട് തെറ്റ് ചെയ്യുന്നതിൽ, പക്ഷേ എനിക്ക് അതുപോലെ ഞാൻ ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതുണ്ട്, മുഖം തിരിച്ചു നിൽക്കുകയാണ് ചിന്തകളിലേക്ക്. അപ്പൊ പക്ഷേ ചില സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങളോട്, കേട്ടോ. അടിപൊളി. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇനിയും റിപ്പീറ്റ് ചെയ്യും എന്നാണ്, അതിനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഔട്ട്റൈറ്റ് ആയിട്ട് കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറ്റബോധം ഉണ്ട്, ഞാൻ ഇനി അത് ചെയ്യാതിരിക്കാൻ നോക്കാം എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാനിത് ചെയ്യാതിരിക്കാം എന്ന ഒരു മെച്ചുവേർഡായ ഒരു എനർജി അല്ല. ഇത് വളരെ ഇമ്മെച്ചുവേർഡായ എനർജിയാണ്. ഇവര് സ്വഭാവം മാറിക്കൊണ്ടിരിക്കും ഇവരുടെ, അതാണ് ഇവിടെ ഒരു കാര്യം. ഓക്കെ, കുറ്റബോധമൊക്കെ ഉണ്ട് കേട്ടോ, അതിലൊരു സംശയം വേണ്ട. ചെയ്തത് തെറ്റായി പോയി, അയ്യോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഈ ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും ഇനി അവസരങ്ങൾ വന്നാൽ ചിലപ്പോൾ തെറ്റുകൾ ആവർത്തിക്കാൻ ഇടയുണ്ട്. ജെമിനായി, സ്കോർപിയോ, ലിയോ, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.